അബ്ദുൽ ജലീൽ ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. വിവിധ വാട്സാപ്പ് കൂട്ടായ്മകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ മെമ്പർ കൂടിയാണ്. അബ്ദുൽ ജലീൽ കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കാം. എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ? എങ്ങനെയാണ്, എന്താണ് നിലവിലെ സ്ഥിതി? ഞങ്ങള് ഇവിടെ ഷാർജ കാസ്മിയ ഏരിയയിലാണ് ഞങ്ങള് പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങളിവിടെ ഇവിടാണ് താമസിക്കുന്നത്. ഇപ്പൊ നമ്മുടെ UAE പെയ്തിട്ടുള്ള മഴയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് ഈ കാസ്മിയ ഏരിയയിലാണ്. ഇവിടെ ഒരുപാട് ബാച്ചിലേഴ്സും കുടുംബമൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരുപാട് വലിയ വലിയ ഫ്ലാറ്റുകളുള്ള ബിൽഡിങ്ങുകളുള്ള സ്ഥലമാണ് ഈ കാസ്മിയ ഏരിയ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഒരു അതോറിറ്റി മുൻകൂട്ടി നമ്മുടെ ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനവരെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റി. എന്നാലും മഴ മൂലം ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി അത് കുറച്ച് രൂക്ഷമാകുകയാണ് ഉണ്ടായത്. അപ്പൊ നാട്ടിലെ പോലെ പെട്ടെന്ന് ഇവിടെ വെള്ളം വറ്റിപ്പോകുന്ന ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രയാസമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തന രംഗത്താണുള്ളത്. ഇപ്പോൾ ഈ വെള്ളക്കെട്ടിലൂടെ ഇവിടെ കറണ്ടുകൾ, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ബിൽഡിങ്ങുകൾ, അവിടെ ലിഫ്റ്റുകൾ വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ 10-15 നിലകളൊക്കെ ഉള്ള ബിൽഡിങ്ങിൽ ഞങ്ങൾ പ്രവർത്തകര് ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് മിനറൽ വാട്ടർ ആണ്. അവർക്ക് കുടിവെള്ളം വളരെ പ്രയാസമാണ്. കാരണം മോട്ടറുകളൊക്കെ നിന്നതുകൊണ്ട് കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ വാഹനങ്ങളിൽ വന്നുകൊണ്ട് ഫുഡ് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം കൂടുതൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ബിൽഡിങ്ങുകളിൽ ഞങ്ങള് പ്രവർത്തകർ, ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കൂട്ടായ്മ ഉണ്ട് ഈ കാസ്മിയ ഏരിയയിൽ. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ശക്തമായ പ്രവർത്തനം അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 1:30 വരെ ഞങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തന രംഗത്താണുള്ളത്. വെള്ളത്തിൽ ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള സഹായം. തീർച്ചയായും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എത്രയും വേഗം തന്നെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഇപ്പോൾ